കോൺഗ്രസ് നേതാവും ധനകാര്യമന്ത്രിയുമായിരുന്ന തച്ചടി പ്രഭാകരൻ അനുസ്മരണം കായംകുളം പത്തിയൂരിൽ നടത്തി. UDF കൺവീനർ അടൂർ പ്രകാശ് MP ഉദ്ഘാടനം ചെയ്തു. പത്തിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. കോൺഗ്രസ് പത്തിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തച്ചടി പ്രഭാകരൻ അനുസ്മരണം നടത്തിയത്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തച്ചടി പ്രഭാകരന് പകരം വെക്കാൻ മറ്റൊരു നേതാവ് ഇല്ലായിരുന്നെന്നും കേരളം കണ്ടതിൽ വെച്ച് ദീർഘവീക്ഷണശാലിയായ മന്ത്രിയായിരുന്നു തച്ചടി പ്രഭാകരനെന്നും അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത UDF കൺവീനർ അടൂർ പ്രകാശ് MP പറഞ്ഞു. എത്രമാത്രം സംഭാവനകൾ നിറവേറ്റുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും എന്ന് വെച്ചാൽ പുത്തൻ തലമുറ ആലോചിക്കേണ്ടതാണ്. പഴയ തലമുറയിൽപ്പെട്ട നിരവധി ആളുകൾ വാസവൻ ചേട്ടനെ പോലെയുള്ള നിരവധി ആളുകൾ വരെയും അവരെക്കാൾ ഉപരിയായി പുത്തൻ തലമുറ ചിന്തിക്കേണ്ടത് ശ്രീ തച്ചടി പ്രഭാകരൻ ആരായിരുന്നു, എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നത് ഏറെ നന്നായിരിക്കും എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ആ അഭിപ്രായം ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ തച്ചടി പ്രഭാകരനുണ്ടായിരുന്ന ചില ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവ് ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം ആയി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ ഉള്ള ഒരു പിതാവിൻ്റെ മകനായി എനിക്ക് ജനിക്കാൻ കഴിയും. പക്ഷേ ഞാൻ വളർന്നു വരുന്ന അവസരത്തിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തച്ചടി എന്ന് പറയുന്ന നാമധേയം കേൾക്കുമ്പോൾ അദ്ദേഹം ആലപ്പുഴയുടെ എല്ലാമായിരുന്നു, കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാം ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ട് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കാലഘട്ടം മുതൽ തച്ചടി പ്രഭാകരനെ കുറിച്ച് ഒരുപാട് വാക്കുകൾ, വർത്തമാനങ്ങൾ കേൾക്കുവാനിടയായിട്ടുണ്ട്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MG മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം, അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, അഡ്വക്കേറ്റ് E സമീർ, കറ്റാരം ഷാജി, N രവി, അഡ്വക്കേറ്റ് ത്രിവിക്രമൻ തമ്പി, G ബൈജു, അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്തിയൂർ, T സൈനുലാബുദ്ദീൻ, M കബീർ, വിശാഖു പത്തിയൂർ, ആമ്പക്കാട്ട് സുരേഷ്, ബിജു പത്തിയൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.